ആദ്യം തന്ന പെറ്റീഷൻ അനുസരിച്ച് ഇപ്പോൾ റാമും സംഗീത ഒളിവിലാണ്. അപ്പോൾ അവർ കിട്ടുന്നതിൽ ഇപ്പോൾ എന്തോ നല്ലൊരു താമസം വരുന്നുണ്ട്, കാലതാമസം എടുക്കുന്നുണ്ട്. അത് ഈ കേസിൻ്റെ ഇതിന് ബാധിക്കും, കാര്യം നീണ്ടുപോകും. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്, ഒരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും അവരെവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് എത്രയും പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യണം. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവണം അവരെ പിടിക്കാനായിട്ട്. രണ്ട്, ഈ പറയുന്ന മീറ്റിംഗ് റൂമിൽ, അതായത് ഒരു പക്ഷേ നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്നതനുസരിച്ച് റാമോ സംഗീതം അവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമതൊരു സിനാരിയോ ആണ്. കാര്യം അവിടെ മീറ്റിംഗ് റൂമിൽ ഈ പറയുന്ന പ്രിൻസിപ്പളും ലത, ഈ പറയുന്ന മൂന്നാമതൊരു ലേഡി ഒരു പ്രൊഫസർ, അപ്പോൾ അവർ മൂന്നുപേരാണ് പ്രതികൾ തീർച്ചയായിട്ടും. കാര്യം അവരെ മുമ്പേ ആണല്ലോ ഈ ഒരു ഹരാസ്മെൻറ്റ് നടന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ വന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ അറിയിക്കണം. അത് ഞങ്ങൾക്ക് അറിയണം എന്താ അവിടെ നടന്നതെന്നുള്ളത് വിത്ത് സംഭാഷണത്തോടു കൂടി. അതെന്താണ് അവിടെ അല്ല ഉണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. കുറേ കുട്ടികൾ അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ അത് ആ CCTV-യിൽ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രത്തോളം ശരിയെന്ന് അറിയില്ല. എന്താണെങ്കിലും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് അറിയണം. അതിനും ഒരു കൃത്യമായ അന്വേഷണം, അല്ലെങ്കിൽ ഈ കേസ് അവർ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് നാൾ ലോൺ ആപ്പിൻ്റെ പിറകിലേക്ക് പോയി. ശരി, ലോൺ ആപ്പ് എടുത്തു, അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് ലത എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ലത മാമിൻ്റെ ആ ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വേണ്ട രീതിയിൽ ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? ഞാനും അച്ഛനും ആണല്ലോ ഗാർഡിയനായിട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ നമ്പറുണ്ട്, എൻ്റെ ഫോൺ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് എന്നെ വിളിക്കാം, എൻ്റെ ഫോൺ നമ്പർ എല്ലാം ഉണ്ടല്ലോ അവിടെ. അച്ഛനെ വിളിക്കാം. ഒരുപക്ഷെ അച്ഛൻ ജോലിയിലാണെങ്കിൽ പോലും അവർക്ക് കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കായിരുന്നു. സഹോദരിമാരുടെ നമ്പർ ഫുൾ ടൈം ആക്റ്റീവാണ്, നമ്മളെ വിളിക്കാം. എന്തിനാ? അവൻ അടുത്ത് നിൽക്കുകയല്ലേ, അവൻ്റെ അടുത്ത് ചോദിക്കാവുന്നതിലുള്ള ഒരു നമ്പർ. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും ദിവസങ്ങളൊക്കെ കടന്നു പോയതിന് ശേഷം എനിക്കൊരു സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ അതോ ഇനി മാനേജിൻ്റെ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ. ഈ 2 പേർക്ക് രക്ഷപ്പെടാനുള്ള തരത്തിലുള്ള സംരക്ഷണം എന്തായാലും നൽകുന്നുണ്ട്. തൃപ്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അന്വേഷണവുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങളായിട്ടൊരു പൊരുത്തക്കേട്. കാര്യം ഈ 2 പേരെയും കിട്ടാത്തതിലുള്ള ഒരു കാലതാമസം, അതെന്തുകൊണ്ട് പോലീസിന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്, ഒരാശങ്കയുണ്ട്. അതിൽ തൃപ്തിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞങ്ങൾ പോയ ദിവസം മുതൽ അവിടുത്തെ CI അദ്ദേഹം ഞങ്ങൾക്ക് വളരെ നല്ലൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാര്യം ശക്തമായ രീതിയിൽ അന്വേഷണം നടക്കും. ഞാൻ ഇന്നലെയും ഇന്നും കൂടി വിളിച്ച് സംസാരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു സംശയമായിട്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും റിപ്പോർട്ട് വന്നിട്ടില്ല?